യൂത്ത് കോൺഗ്രസ് മാർച്ചിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെയാണ് കേസ്. ഷാഫി പറമ്പിൽ അടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും. ഈ മാസം 22 വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി. ശ്യാം കങ്കാലി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. ശ്യാമ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്ത് ഉടനീളം. അതിനുശേഷം ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിലാണോ കേസ് എടുത്തിരിക്കുന്നത്? വീണ്ടും യൂത്ത് മാർച്ചിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിലാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. പൊതുവീതികളിൽ ജാഥകളോ സമരങ്ങളോ നടത്തുവാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നിലനിൽക്കെ അത് ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് ഉന്നയിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രധാനമായും 5 പ്രതികളാണ്. ഷാഫി പറമ്പിൽ, സുധീർ ഷാ, നേമം ഷജീർ, ഷാജു അമർദാസ്, മനോജ് മോഹൻ എന്നിവരടക്കം 5 പ്രതികളും മറ്റ് കണ്ടാൽ അറിയാവുന്ന 150ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. മുൻപ്, അതായത് സെക്രട്ടേറിയറ്റിലേക്ക് മുൻപ് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധവും സംഘർഷവും ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ അറസ്റ്റിലായതും തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് 5 പേർക്കെതിരെയും മറ്റ് 150ഓളം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തത് അത് പോലീസിന്റെ ഒരു കിരാത നടപടിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം തന്നെ VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ഈ വിഷയത്തിൽ നിന്ന് പ്രതികരിക്കും. എന്തായാലും അവരുടെ പ്രതികരണം ഈ ഒരു അവസരത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന്മേലുള്ള ജാമ്യാപേക്ഷ രണ്ടാമത് വീണ്ടും ഇന്ന് വഞ്ചിയൂർ സെഷൻസ് കോടതി പരിഗണിച്ചേക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ജാമ്യാപേക്ഷയിൽ പരിഗണിച്ചേക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു, അന്യായമായ കേസ് ചുമത്തുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ ഒന്നടങ്കം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ നിലവിലെ സാഹചര്യത്തിൽ കേസെടുപ്പിച്ച് കേരള പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് സർക്കാർ തങ്ങളെ ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്നുള്ളത് തന്നെയാണ് തന്നെയാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നവരെതിരെ, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ, പിണറായി സർക്കാരിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ അടിച്ചമർത്തുക എന്നുള്ളൊരു പൊതു സ്വഭാവം പിണറായി സർക്കാരിനുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് പൊതു ഇടങ്ങളിൽ ബഹളമുണ്ടാക്കി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, ഈ SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ നടത്തുന്ന അക്രമങ്ങളിലൊക്കെ തന്നെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വീണ്ടും വീണ്ടും ഈ ഇരട്ടത്താപ്പ് പോലീസ് കൂടെ കാണിക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായും രജനി, അതിൽ നിന്ന് കൃത്യമായി തന്നെ വ്യക്തമാണ് ഈ കേസിൽ, അതായത് സർക്കാർ കാണിക്കുന്ന പല സംഭവങ്ങളിൽ സർക്കാർ കാണിക്കുന്ന നിലപാടുകൾ, ഒപ്പം തന്നെ പോലീസ് സ്വീകരിക്കുന്ന നടപടികളെല്ലാം തന്നെ വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് പോലീസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഗവർണർക്ക് നേരെ നടക്കുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒന്നും തന്നെ ഇത്തരത്തിൽ നടപടി ഉണ്ടാകുന്നതായി കാണുന്നില്ല. എന്നാൽ ഈ നടപടി അതായത് ഗവർണറുടെ ആവശ്യപ്രകാരം പോലും നടപടി എടുത്തതിന് ശേഷം ഇടതു നേതാക്കളടക്കം മന്ത്രിമാരടക്കം പ്രതികരിച്ചത് അത് പോലീസിന്റെ നടപടി ശരിയായില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഗവർണറുടെ വാക്കും കേട്ട് അങ്ങനെ ഒരു നടപടി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേ മന്ത്രിമാരടങ്ങുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന പോലീസ് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത്. കാരണം ഈ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുന്ന ആളുകളെ കേസെടുത്ത് ഭയപ്പെടുത്താൻ നോക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായി തന്നെ വേണം നമുക്ക് ഇന്നലെ നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ, അതായത് നമുക്ക് ശ്രദ്ധേയമായിട്ട് തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിൽ സംഘർഷമുണ്ടായെങ്കിലും ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ അത്തരത്തിൽ ഒരു തരത്തിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടിയും അങ്ങനെ ഒരു കേസെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കാരണം ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഈ പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് യൂത്ത് കോൺഗ്രസ്
നടത്തുന്ന സമരങ്ങളെ അമർച്ച ചെയ്യുന്നതിനായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും അന്യായമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരജ്വാല എന്ന പേരിൽ പ്രതിഷേധ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിഷേധങ്ങൾ അത് സ്വാഭാവികം തന്നെയാണ്. അത് നമുക്ക് വീണ്ടും ഇനിയുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. മറ്റൊന്ന് ശ്യാമ, ഇന്ന് ഈ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും, ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ കാണുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ ദിവസം ഈ തുടർച്ചയായിട്ടുള്ള വൈദ്യപരിശോധന, അതിനുശേഷം കോടതികളിലെ വാദം, ആ കോടതികളിൽ പോലീസും സർക്കാരും ഉന്നയിച്ച വാദങ്ങളൊക്കെ തന്നെ അതിശക്തമായിട്ടായിരുന്നു. കാരണം ഈ സമരത്തിന് വനിതാ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് ചുക്കാൻ പിടിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ചെയ്തതെന്നാണ്. ഇന്നും അതേ വാദങ്ങൾ തന്നെ ഉന്നയിക്കാനുള്ള സാധ്യത തന്നെയല്ലേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനിരിക്കുന്നതും. ഒപ്പം ഈ രാഹുലിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം തന്നെയല്ലേ? തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ആവശ്യം തന്നെയാകും സർക്കാർ, പരിഗണന തന്നെയാകും സർക്കാരിന് നൽകുക. കാരണം ഒപ്പം തന്നെ ഈ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ അതിൽ ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രധാന വകുപ്പുകൾ തന്നെയാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ കുറ്റങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നത് അടക്കമുള്ള, അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആ സമരത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു പ്രതിഷേധ സമരത്തിൽ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകുന്ന ആ ഒരു മാർച്ചിൽ പ്രവർത്തകർ അത്തരത്തിൽ അക്രമം നടത്തുമ്പോൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സമരത്തിന് നേതൃത്വം നൽകിയ ആൾ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ, അതായത് പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളും പ്രധാനപ്പെട്ടതാണ്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. കാരണം പൊതുമുതൽ നശിപ്പിക്കുന്നത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അന്യായമായി സംഘം ചേർന്ന് ജീവഹാനി വരുത്തുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തുന്നു. ഒപ്പം തന്നെ ഈ സർക്കാർ പൊതുമുതൽ നശിപ്പിക്കുന്നു, പോലീസിന് നേരെ അക്രമം നടത്തുന്നു, പോലീസിന്റെ കൃത്യനിർവഹണ തടസ്സം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിഭാഗം ബാധിച്ച, അതായത് രാഹുലിന്റെ ആരോഗ്യനില തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തലയിൽ ബ്ലഡ് ക്ലോട്ട് അടക്കമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് പോലും വിശദമായ പരിശോധന തുടർന്ന് നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ എടുത്ത് കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ ഇത്തരത്തിൽ, അതായത് വീണ്ടും രണ്ടാമതൊരു മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന ഉറപ്പുവരുത്തിയ ശേഷമാണ് കോടതി റിമാൻഡിലാക്കിയത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായി കണ്ടത്. ഇന്ന് ഉച്ചയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് എന്തായാലും കേസ് പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം യൂത്ത് കോൺഗ്രസ് മാർച്ചിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ടാണ് ശ്യാം കങ്കാലിൽ നൽകിയത്.